എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശാസ്ത്ര സാങ്കേതിക ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട 2025 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത ആരാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിനാണ്. ആകെ നടത്തം 62 മണിക്കൂറും 6 മിനിറ്റുമാണ്. നാസയുടെ തന്നെ ബഹിരാകാശ സഞ്ചാരി പെഗി വിറ്റ്സൺ സ്ഥാപിച്ച റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നത്. 60 മണിക്കൂറും 20 മിനിറ്റായിരുന്നു പെഗി വിറ്റ്സന്റെ റെക്കോർഡ് സമയം. തൻ്റെ 19ാം ബഹിരാകാശ നടത്തത്തിലാണ് സുനിത നേട്ടം സ്വന്തമാക്കിയത്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത എന്ന റെക്കോർഡ് അമേരിക്കൻ ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സന്റെ പേരിലാണ്. തെക്കൻ പസഫിക്കിലെ പോയിന്റ് നീമോ കടന്ന ഇന്ത്യൻ വനിതാ നാവിക സംഘത്തെക്കുറിച്ച് നോക്കാം. ഇന്ത്യൻ നാവികസേനയിലെ 2 വനിതാ ഓഫീസർമാരായ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെയും ലഫ്റ്റനന്റ് കമാൻഡർ റൂബ എ എന്നിവർ INSV തരിണി എന്ന സെയിലിംഗ് വെസലിൽ ആഗോള പ്രദർശനത്തിൻ്റെ ഭാഗമായി തെക്കൻ പസഫിക്കിലെ പോയിന്റ് നീമോ കടന്നു. കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശിനിയാണ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന. അപ്രാപ്യതയുടെ സമുദ്രധ്രുവം അല്ലെങ്കിൽ ഓഷ്യാനിക് പോൾ ഓഫ് ഇൻആക്സസിബിലിറ്റി എന്നും അറിയപ്പെടുന്ന പോയിന്റ് നീമോ ഭൂമിയിലെ ഏതൊരു കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ്. ദക്ഷിണ പസഫിക് സമുദ്രത്തിലാണ് ഈ വിദൂര പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ജൂൾസ് വെർണിൻ്റെ പ്രശസ്ത നോവലായ 20,000 ലീഗ്സ് അണ്ടർ ദ സീയിലെ നാവികനായ ക്യാപ്റ്റൻ നീമോയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗളയുടെ 22ാം ചരമവാർഷികം 2025 ഫെബ്രുവരി 1 ആചരിച്ചു. 1997 ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ അമേരിക്കൻ വനിതയാണ് കൽപ്പന. ഹരിയാനയിലെ കർണാലിലാണ് ഇവർ ജനിച്ചത്. 1997 നാസയുടെ STS-87 എന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു കൽപ്പനയുടെ ആദ്യ ബഹിരാകാശ യാത്ര. 2003 ഫെബ്രുവരി 1 STS-107 ദൗത്യത്തിൻ്റെ കൊളംബിയ ബഹിരാകാശ പേടകത്തിൻ്റെ റീ എൻട്രി അപകടത്തിൽ മരണപ്പെട്ടു. സോറെയിൽ എന്താണെന്ന് നോക്കാം. റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ സൂപ്പർ ആപ്പാണ് സോറെയിൽ. റിസർവ് ചെയ്തതും റിസർവ് ചെയ്യാത്തതുമായ ടിക്കറ്റ് ബുക്കിങ്ങുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റ്, പാഴ്സൽ ബുക്കിംഗ്, ട്രെയിൻ അന്വേഷണങ്ങൾ, PNR അന്വേഷണങ്ങൾ, റെയിൽ മദത് വഴിയുള്ള സഹായം തുടങ്ങിയ സേവനങ്ങളെല്ലാം ആപ്പിൽ ലഭ്യമാകും. കൂടാതെ ട്രെയിൻ ട്രാക്ക് ചെയ്യാനും ട്രെയിനിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാനും ഈ ആപ്പിലൂടെ കഴിയും. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനം ഏത് നോക്കാം. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRBയുടെ റിപ്പോർട്ട് പ്രകാരം സൈബർ കുറ്റകൃത്യങ്ങളിൽ മുന്നിലുള്ള സംസ്ഥാനമാണ് തെലങ്കാന. ഏറ്റവും കുറവ് സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളാണ് മിസോറാമും ലക്ഷദ്വീപും. ഓങ്കോസെർസിയസിസ് അഥവാ റിവർ ബ്ലൈൻഡ്നസ് വിമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് നൈജർ. WHO നേതൃത്വത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നൈജറിനെ രോഗവിമുക്തമാക്കിയത്. ഓങ്കോസെർഗ വോൾവുലസ് എന്ന വട്ടപ്പുഴ മൂലമുണ്ടാകുന്ന അണുബാധയാണ് ഓങ്കോസെർസിയസിസ്. തീവ്രമായ ചൊറിച്ചിൽ, ചുണങ്ങ്, ചിലപ്പോൾ പാടുകൾ, ഗ്രന്ഥികളുടെ വീക്കം, കാഴ്ച വൈകല്യങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണമായ അന്ധത എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. അരുവികളിൽ പ്രജനനം നടത്തുന്ന കറുത്ത ഈച്ചയുടെ കടിയിലൂടെയാണ് ഈ അണുബാധ പകരുന്നത്. നാവിഗേഷൻ ഉപഗ്രഹമായ മിഷിബിക്കി 6 വിക്ഷേപിച്ച രാജ്യമാണ് ജപ്പാൻ. 2025 ഫെബ്രുവരിയിൽ H3 റോക്കറ്റിലാണ് മിഷിബിക്കി 6 വിക്ഷേപിച്ചത്. H3 റോക്കറ്റ് ജപ്പാന്റെ പുതിയ തലമുറ വിക്ഷേപണ വാഹനമാണ്. ഇത് വികസിപ്പിച്ചത് ജാപ്പനീസ് സ്പേസ് ഏജൻസിയായ JAXAയും മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസുമാണ്. മിഷിബിക്കി എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം വഴികാട്ടി എന്നാണ്. ഇത് ജപ്പാന്റെ സ്വന്തം നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗം. QZSS അഥവാ കോസി സെനിത്ത് സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ജപ്പാന്റെ നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ പേര്. ബാങ്കുകൾക്ക് bank.in എന്ന ഇൻ്റർനെറ്റ് ഡൊമൈൻ നാമം നൽകാൻ RBI തീരുമാനിച്ചു. സൈബർ സുരക്ഷാ ഭീഷണികൾ പരിശോധിക്കുന്നതിനായി റിസർവ് ബാങ്കാണ് ഇന്ത്യൻ ബാങ്കുകൾക്ക് bank.in എന്ന പ്രത്യേക ഇൻ്റർനെറ്റ് ഡൊമൈൻ നാമവും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് fin.in എന്ന പ്രത്യേക ഇൻ്റർനെറ്റ് ഡൊമൈൻ നാമവും ഉണ്ടായിരിക്കുമെന്ന് തീരുമാനിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി അഥവാ IDRBT ആയിരിക്കും ഡൊമൈൻ നെയിമുകളുടെ എക്സ്ക്ലൂസീവ് രജിസ്ട്രാറായി പ്രവർത്തിക്കുക. ഇന്ത്യയിൽ നൽകുന്ന കാർഡുകൾ ഉപയോഗിച്ചുള്ള ഓൺലൈൻ അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് സമാനമായ സുരക്ഷ നൽകുന്നതിനായി അന്താരാഷ്ട്ര കാർഡ് ഇല്ലാത്ത അഥവാ കാർഡ് നോട്ട് പ്രസൻറ്റ് ഓൺലൈൻ ഇടപാടുകൾക്ക് AFA അല്ലെങ്കിൽ അഡീഷണൽ ഫാക്ടർ ഓഫ് ഓതൻറ്റിക്കേഷൻ നടപ്പാക്കുവാനും RBI തീരുമാനിച്ചിട്ടുണ്ട്. പൂർവ്വ രക്തഗ്രൂപ്പ് രക്തദാതാക്കളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം.
കേരള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലാണ് രജിസ്ട്രി പുറത്തിറക്കിയത്. അപൂർവ ഗ്രൂപ്പ് രക്തം കിട്ടാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് രജിസ്ട്രി തയ്യാറാക്കിയത്. എയ്റോ ഇന്ത്യ 2025. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമാണ് എയ്റോ ഇന്ത്യ. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിൽ ബംഗളൂരുവിൽ നടന്ന എയ്റോ ഇന്ത്യ 2025. എയ്റോ ഇന്ത്യയുടെ 15ാമത് എഡിഷനാണ് ബാംഗ്ലൂരുവിൽ നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമിനെ കുറിച്ച് നോക്കാം. രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ സംഘം നിലവിൽ വന്നത് കേരളത്തിലാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിലെ സ്ത്രീകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 17 പേരാണ് സംഘത്തിലുള്ളത്. ഗാനറ്റ്സ് എന്നാണ് സംഘത്തിന് പേര് നൽകിയിരിക്കുന്നത്. വെള്ളത്തിനടിയിൽ 30 അടി താഴ്ചയിൽ വരെ പോയി മീൻ പിടിക്കാൻ കഴിയുന്ന ഒരിനം കടൽ പക്ഷിയാണ് ഗാനറ്റ്സ്. യശസ്. ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിനർ വിമാനമാണ് യശസ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഹാലാണ് നിർമ്മാതാക്കൾ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഹിന്ദുസ്ഥാൻ ജെറ്റ് ട്രെയിനർ HJT-36നെയാണ് യശസ് എന്ന് പുനർനാമകരണം ചെയ്തത്. നേരത്തെ ഈ വിമാനം സിതാര എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ISROയുടെ ഫീസ്റ്റ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കാം. ISROയുടെ തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറാണ് ഫീസ്റ്റ്. ഒരു ഘടനാ വിശകലന സോഫ്റ്റ്വെയറാണ് ഫീസ്റ്റ്. ഫൈനൈറ്റ് എലമെൻറ്റ്സ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് എന്നാണ് ഫീസ്റ്റിൻ്റെ പൂർണ്ണരൂപം. VSSC വികസിപ്പിച്ചെടുക്കുന്ന തദ്ദേശീയ കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക് സോഫ്റ്റ്വെയറാണ് പ്രവാഹ. പിനാക്ക റോക്കറ്റ് ലോഞ്ചറിനെ കുറിച്ച് നോക്കാം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് ഒരുമിച്ച് ഉന്നം വയ്ക്കാനാവുന്ന റോക്കറ്റ് ലോഞ്ചറാണ് പിനാക്ക. മോഡുലാർ ആണവ റിയാക്ടറുകളെ കുറിച്ച് നോക്കാം. ചെറിയ മോഡുലാർ ആണവ റിയാക്ടറുകൾ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യാൻ ഇന്ത്യയുമായി ധാരണയിലെത്തിയ രാജ്യമാണ് ഫ്രാൻസ്. ഇരു രാജ്യങ്ങളിലെയും ആണവോർജ്ജ വിദഗ്ധരുടെ സംയുക്ത പരിശീലനത്തിന് ഇന്ത്യ ഫ്രഞ്ച് സെൻറ്റർ ഫോർ ദ ഡിജിറ്റൽ സയൻസ് ആരംഭിക്കാനും ധാരണയായി. പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ ഉഭയകക്ഷി സഹകരണത്തിൻ്റെ ഭാഗമായാണ് ഈ സംയുക്ത തീരുമാനം. എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും കൂട്ടിച്ചേർക്കാവുന്നതുമായ റിയാക്ടറുകളാണ് മോഡുലാർ റിയാക്ടറുകൾ. എന്താണ് തോസ്ത എന്ന് നോക്കാം. മദ്രാസ് IITയിൽ രൂപം കൊണ്ട സ്റ്റാർട്ടപ്പ് കമ്പനിയായ തോസ്തയാണ് 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി രാജ്യത്ത് ആദ്യ വില്ല നിർമ്മിച്ചത്. പൂനെയിലെ ഗോദ്രജ് പ്രോപ്പർട്ടീസിന് വേണ്ടിയാണ് വെറും 4 മാസം കൊണ്ട് 2200 ചതുരശ്ര അടിയുള്ള വീട് പൂർത്തിയാക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് വില്ലയാണ് തോസ്ത. എന്താണ് പ്രൊജക്റ്റ് കുഷ? ഇന്ത്യ വികസിപ്പിച്ച പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് കുഷ. മറ്റു രാജ്യങ്ങളുടെ പക്കലുള്ള ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അഥവാ എക്സ്റ്റൻഡഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിലേക്കുള്ള ഇന്ത്യൻ ബദലാണ് കുഷ. സൈക്ലോൺ സൈനികാഭ്യാസം. ഇന്ത്യൻ ഈജിപ്ഷ്യൻ സൈന്യങ്ങൾ തമ്മിലുള്ള വാർഷിക സംയുക്ത സൈനികാഭ്യാസമാണ് സൈക്ലോൺ. രാജസ്ഥാനിൽ വെച്ചാണ് സൈനികാഭ്യാസത്തിൻ്റെ 3ാം പതിപ്പ് നടന്നത്. പ്രത്യേക യുദ്ധതന്ത്രങ്ങളിലും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്ത്യയും ഈജിപ്തും തമ്മിൽ മാറി മാറി നടത്തുന്ന ഒരു വാർഷിക പരിപാടിയാണ് ഈ അഭ്യാസം. ക്യാൻസർ ഗ്രിഡിനെ കുറിച്ച് നോക്കാം. കേരളത്തിൽ ക്യാൻസർ രോഗനിർണയവും ചികിത്സയും കൂടുതൽ കാര്യക്ഷമമാക്കാൻ തുടങ്ങിയ സംവിധാനമാണ് ക്യാൻസർ ഗ്രിഡ്. കേരള സർക്കാർ നടപ്പാക്കുന്ന ജനകീയ അർബുദ പ്രതിരോധ ക്യാമ്പയിനായ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നതിൻ്റെ ഭാഗമായാണ് ഇത് നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ക്യാൻസർ പരിശോധനാ കേന്ദ്രങ്ങളുടെയും ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രികളുടെയും പരിശോധനാ കേന്ദ്രങ്ങളുടെയും റീജിയണൽ ക്യാൻസർ സെൻ്ററുകളുടെയും ഒരു ശൃംഖലയാണ് ക്യാൻസർ ഗ്രിഡ്. HD-20794D. HD-20794D എന്നത് ഭൂമിയിൽ നിന്ന് 20 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. ഭൂമിയേക്കാൾ 6 മടങ്ങ് വലുപ്പമുള്ള ഗ്രഹമാണ് HD-20794D. ഭൂമിയിൽ നിന്ന് 20 പ്രകാശവർഷം മാത്രം അകലെയുള്ള മാതൃനക്ഷത്രത്തിന് ചുറ്റുന്ന ഗ്രഹമാണിത്. HD-20794 എന്ന നക്ഷത്രത്തിനെയാണ് ഈ ഗ്രഹം പരിക്രമണം ചെയ്യുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗവേഷകരാണ് കണ്ടെത്തലിനു പിന്നിൽ. പുരപ്പുറ സോളാർ ഊർജ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കേരളം. 1ാം സ്ഥാനം കേരളത്തിനും 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം ഗുജറാത്ത് എന്നിവയ്ക്കാണ്. കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് KSEB ആണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് കേരളത്തിൽ. ഈ കിരൺ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത പദ്ധതിയിൽ നമുക്ക് അംഗമാകാവുന്നതാണ്. എന്താണ് മെറ്റയുടെ പ്രൊജക്റ്റ് വാട്ടർ വർത്ത്? 50,000 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതും 7,000 മീറ്റർ വരെ ആഴത്തിൽ എത്തുന്നതുമായ ഒരു സബ്സീ കേബിൾ ശൃംഖലയാണ് പ്രൊജക്റ്റ് വാട്ടർ വർത്ത്. ഇത് നടപ്പാക്കുന്നത് സോഷ്യൽ മീഡിയ ജയൻറ്റ് ഫേസ്ബുക്കിൻ്റെ പേരൻറ് കമ്പനിയായ മെറ്റയാണ്.
ഇന്ത്യ, US, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, മറ്റു എന്നിവയെ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയതും സാങ്കേതികമായി നൂതനവുമായ കേബിൾ സംവിധാനമായിരിക്കും ഇത്. എന്താണ് ഗ്രോക്ക്? ഈലോൺ മസ്കിൻ്റെ AI സംരംഭമായ XAIയുടെ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക്. റോബർട്ട് ഹെയ്ൻലീൻ്റെ സ്ട്രേഞ്ചർ ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ് എന്ന നോവലിൽ നിന്നാണ് ഗ്രോക്ക് എന്ന പേര് കണ്ടെത്തിയത്. ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത ഗ്രോക്ക് AI മോഡലാണ് ഗ്രോക്ക് 3. ഗ്രോക്ക് AI മോഡലിലെ ഏറ്റവും പുതിയ മോഡലാണ് ഗ്രോക്ക് 4. XAI ഓരോ പുതിയ മോഡൽ ഗ്രോക്ക് റിലീസ് ചെയ്യുമ്പോഴും അവരുടെ പഴയ മോഡൽ ഓപ്പൺ സോഴ്സ് ചെയ്യാറുണ്ട്. ഓപ്പൺ സോഴ്സ് AI മോഡലിൻ്റെ സോഴ്സ് കോഡ് പബ്ലിക്കിന് കാണാൻ കഴിയും. ബ്രഹ്മോസ് NG മിസൈലിനെ കുറിച്ച് നോക്കാം. ബ്രഹ്മോസ് NG അഥവാ നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ സിസ്റ്റത്തിൻ്റെ വികസനത്തോടെ ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പദ്ധതിയിൽ പുരോഗതി ഉണ്ടായിരിക്കുകയാണ്. ഭാരം കുറഞ്ഞതും കൂടുതൽ ഒതുക്കമുള്ളതായിരിക്കും ബ്രഹ്മോസ് NG. ബ്രഹ്മോസ് NG മിസൈൽ ഇന്ത്യയും റഷ്യയുമായി ചേർന്നാണ് വികസിപ്പിച്ചെടുത്തത്. ബ്രഹ്മോസ് NG സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമാണ്. നക്ഷ പദ്ധതിയെക്കുറിച്ച് നോക്കാം. ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം അഥവാ DILRMP കീഴിലുള്ള ഒരു നഗര സർവേ സംരംഭമാണ് നക്ഷ. നാഷണൽ ജിയോസ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻസ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. നഗര ഭൂരേഖകൾ നവീകരിക്കുക, സ്വത്ത് ഉടമസ്ഥതയിലും ഇടപാടുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യം. മത്സ്യ 6000 സമുദ്ര പര്യവേഷണത്തിനായി പ്രത്യേകിച്ച് ആഴക്കടൽ ഖനനത്തിനും ജൈവവൈവിധ്യ പഠനത്തിനുമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആഴക്കടൽ മുങ്ങൽ യന്ത്രമാണ് മത്സ്യ 6000. സമുദ്രയാൻ മിഷൻ്റെ കീഴിൽ ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി NIOT വികസിപ്പിച്ചെടുത്ത ഇത് സമുദ്രത്തിൽ 6000 മീറ്റർ ആഴത്തിൽ മുങ്ങാൻ പ്രാപ്തമാണ്. സമുദ്രത്തിലെ അപൂർവ ധാതുക്കളുടെ പര്യവേഷണത്തിന് ഇത് സഹായകരമാകും. സമുദ്രയാൻ പദ്ധതിയുടെ ലക്ഷ്യമാണ് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നത്. എൻ്റെ ഭൂമി പോർട്ടൽ കേരള സർക്കാരിൻ്റെ ഭൂരേഖ മാനേജ്മെൻറ്റിനായി ആരംഭിച്ച ഡിജിറ്റൽ സംരംഭമാണ് എൻ്റെ ഭൂമി പോർട്ടൽ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ എല്ലാ വില്ലേജുകളുടെ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ബൃഹത് പദ്ധതിയാണ് എൻ്റെ ഭൂമി. എന്താണ് എൻപ്രൗഡ്? കാലഹരണപ്പെട്ട മരുന്നുകളുടെ ശാസ്ത്രീയ ശേഖരണത്തിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എൻപ്രൗഡ്. ഇതിൻ്റെ പൂർണ്ണരൂപം ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നാണ്. അടുത്തത്, ഇന്ത്യയിൽ അടുത്തിടെ അനുമതി ലഭിച്ച ഇൻസുലിൻ ഇൻഹേലർ ഏതാണെന്ന് നോക്കാം. ഇന്ത്യയിൽ അനുമതി ലഭിച്ച ഇൻസുലിൻ ഇൻഹേലറാണ് അഫ്രേസ. അമേരിക്കൻ കമ്പനിയായ മാൻകൈൻഡ് കോർപ്പറേഷനാണ് നിർമ്മാതാക്കൾ. ഇതിൻ്റെ പ്രത്യേകതകൾ: സിറിഞ്ചുകളും സൂചികളും ഒഴിവാക്കാം, കുട്ടികളും മുതിർന്നവർക്കും അനുയോജ്യം, ഹൈപ്പോഗ്ലൈസിമിയ ഒഴിവാക്കാൻ സഹായകരം, ഭാരം കൂടുന്ന പ്രശ്നം കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്താണ് RBI ഡാറ്റ മൊബൈൽ ആപ്ലിക്കേഷൻ? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മാക്രോ ഇക്കണോമിക്, ഫിനാൻഷ്യൽ സ്ഥിതിവിവര കണക്കുകൾ ഉപയോക്തൃ സൗഹൃദവും ദൃശ്യപരമായി ആകർഷകവുമായ രീതിയിൽ വാഗ്ദാനം ചെയ്യുന്ന ആപ്പാണ് RBI ഡാറ്റ മൊബൈൽ ആപ്പ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇത് പുറത്തിറക്കിയത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട 11,000-ലധികം വ്യത്യസ്ത സാമ്പത്തിക ഡാറ്റാ ശ്രേണികളിലേക്ക് RBI ഡാറ്റയിലൂടെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആപ്പിലെ ബാങ്കിംഗ് ഔട്ട്ലെറ്റ് വിഭാഗം ഉപയോക്താക്കളെ അവരുടെ സ്ഥലത്തിൻ്റെ 20 കിലോമീറ്ററിനുള്ളിൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കും. കൂടാതെ സാർക്ക് ഫിനാൻസ് വഴി സാർക്ക് രാജ്യങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ ആക്സസ് ചെയ്യാനും കഴിയും. കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടെക് ഭീമനായ ഗൂഗിളിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസാണ് അനന്ത. ബംഗളൂരുവിലെ പ്രാന്തപ്രദേശത്തുള്ള മഹാദേവപുരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് മൈക്രോസോഫ്റ്റ് മയോറാന 1 എന്ന് നോക്കാം. മൈക്രോസോഫ്റ്റിൻ്റെ ആദ്യത്തെ ക്വാണ്ടം പ്രോസസ്സറാണ് മയോറാന 1. ടോപ്പോളജിക്കൽ സൂപ്പർ കണ്ടക്ടർ എന്നറിയപ്പെടുന്ന ടോപ്പോ കണ്ടക്ടർ എന്ന പുതിയ തരം മെറ്റീരിയൽ ഉൾക്കൊള്ളുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ആദ്യത്തെ ക്വാണ്ടം ചിപ്പാണ് മയോറാന 1. ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാന യൂണിറ്റാണ് ക്യൂബിറ്റുകൾ. ഇലക്ട്രോൺ അധിഷ്ഠിത ക്യൂബിറ്റുകളെ ആശ്രയിക്കുന്ന പരമ്പരാഗത ക്വാണ്ടം ചിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി മയോറാന 1 പൂർണ്ണമായും പുതിയ തരം മെറ്റീരിയലും കണികയുമായ മയോറാന കണിക ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിലവിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളെക്കാളും ശക്തമാണ് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ. മൈക്രോസോഫ്റ്റിൻ്റെ CEO ആണ് സത്യ നാദല്ല. ലൂണാർ ട്രെയിൽ ബ്ലേസറെ കുറിച്ച് നോക്കാം. നാസയുടെ ചാന്ദ്ര ദൗത്യമാണ് ലൂണാർ ട്രെയിൽ ബ്ലേസർ.
ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത രൂപങ്ങളിലുള്ള ജലത്തിൻ്റെ വിതരണം മാപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് വിക്ഷേപിച്ചത്. എന്നാൽ 2025 ഫെബ്രുവരി 26 വിക്ഷേപിച്ചതിൻ്റെ പിറ്റേന്ന് ബഹിരാകാശ പേടകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് മിഷൻ ഓപ്പറേറ്റർമാർക്ക് ഇരുവശങ്ങളിലേക്കുമുള്ള ആശയവിനിമയം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നാസയുടെ സ്പിയറെക്സിനെ കുറിച്ച് നോക്കാം. സ്പിയറെക്സ് എന്നത് നാസ വിക്ഷേപിച്ച ഒരു ടെലസ്കോപ്പാണ്. സ്പിയറെക്സിൻ്റെ പൂർണ്ണരൂപം സ്പെക്ട്രോഫോട്ടോമീറ്റർ ഫോർ ദ ഹിസ്റ്ററി ഓഫ് ദ യൂണിവേഴ്സ് ഈപ്പോക്ക് ഓഫ് റീ അയണൈസേഷൻ ആൻഡ് ഐസസ് എക്സ്പ്ലോറർ എന്നാണ്. ബിഗ് ബാങ്ങിന് ശേഷം പ്രപഞ്ചത്തിൽ എന്ത് സംഭവിച്ചു, പ്രപഞ്ചത്തിൻ്റെ ചരിത്രം, പുനരുജ്ജീവനത്തിൻ്റെ കാലഘട്ടം, ഐസുകൾ എന്നിവയെ പഠിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യയുടെ ഹൈപ്പർ ലൂപ്പ് വികസനം. ഇന്ത്യയിലെ ഹൈപ്പർ ലൂപ്പ് വികസനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ആണ്. IIT മദ്രാസ് ഗവേഷകർ 422 മീറ്റർ വിസ്തൃതിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. 2013 എലോൺ മസ്ക് ആദ്യമായി നിർദ്ദേശിച്ച ഒരു ഗതാഗത മാർഗമാണ് ഹൈപ്പർ ലൂപ്പ്. ഹൈപ്പർ ലൂപ്പ് എന്നത് വാക്വം സീൽ ചെയ്ത ട്യൂബുകളിലൂടെ മണിക്കൂറിൽ 1100 കിലോമീറ്റർ വേഗതയിൽ ക്യാപ്സൂളുകളോ പോഡുകളോ നീക്കുന്ന ഒരു അതിവേഗ ഗതാഗത സംവിധാനമാണ്. വായു പ്രതിരോധവും ഘർഷണവും ഇല്ലാതാക്കുന്നതിലൂടെ വാണിജ്യ വിമാനങ്ങളുടേതിന് സമാനമായ വേഗത ഹൈപ്പർ ലൂപ്പ് കൈവരിക്കുന്നു. 5ാമത്തെ ഗതാഗത മാർഗമെന്നും ഹൈപ്പർ ലൂപ്പ് അറിയപ്പെടാറുണ്ട്. ഷുറോങ് റോവറിനെ കുറിച്ച് നോക്കാം. ചൊവ്വയിലിറങ്ങി ചരിത്രം സൃഷ്ടിച്ച ചൈനയുടെ റോവറാണ് ഷുറോങ്. ചൊവ്വയിൽ ഭൂമിയുടേതുപോലുള്ള പുരാതന കടൽത്തീരം കണ്ടെത്തിയത് ഷുറോങ് റോവറിൻ്റെ നേട്ടമാണ്. ചൊവ്വയുടെ ഉപരിതലത്തിനടിയിലാണ് കടൽത്തീരം. ഡ്യൂട്ടറോണിലസ് എന്നറിയപ്പെടുന്ന ചൊവ്വയിലെ സാങ്കല്പിക സമുദ്രത്തിൻ്റെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്ന ഏറ്റവും പുതിയ തെളിവാണ് ഈ കണ്ടെത്തൽ. ചൊവ്വയുടെ ഉത്തരാർദ്ധഗോളത്തിലെ ഒരു വലിയ സമതലമായ യൂട്ടോപ്പിയ പ്ലനീഷ്യയിൽ തെക്കൻ ഭാഗത്താണ് റോവർ പര്യവേഷണം നടത്തിയത്. സാജിറ്റാരിയസ് എ. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയായ ക്ഷീരപഥം അഥവാ മിൽക്കി വേയുടെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭീമൻ തമോഗർത്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളാണ് സജിറ്റാരിയസ് എ. സൂര്യൻ്റെ 40 ലക്ഷം ഇരട്ടി വലുപ്പമുണ്ട് ഇതിന്. ഭൂമിയിൽ നിന്ന് 26,000 ലൈറ്റ് ഇയേഴ്സ് ദൂരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹീവൻ ഹൊറൈസൺ ടെലസ്കോപ്പ് കൊളാബറേഷൻ എന്ന അന്താരാഷ്ട്ര സഖ്യമാണ് സജിറ്റാരിയസ് എയുടെ ചിത്രം പകർത്തിയത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പ്രവചിക്കുന്നതിന് AI മോഡൽ. പ്രമേഹ രോഗികളെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പ്രവചിക്കുന്നതിനായി റൂർക്കേലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഒരു ഗവേഷണ സംഘം നൂതനമായ ഒരു കൃത്രിമ ബുദ്ധി അഥവാ AI അധിഷ്ഠിത മോഡൽ വികസിപ്പിച്ചിട്ടുണ്ട്. ഈ AI മോഡൽ സ്മാർട്ട് ഫോണുകൾക്കും ഇൻസുലിൻ പമ്പുകൾക്കും വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തതാണ്. NIT റൂർക്കേല ബയോടെക്നോളജി ആൻഡ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പിലെ പ്രൊഫസർ മിർസ ഖാലിദ് ബെയ്ഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘമാണ് AI മോഡലിന് പിന്നിൽ. പ്രൊഫസർ ബെയ്ഗും സഹരചയിതാവുമായ ഗവേഷണ പണ്ഡിതനായ ദീപ് ജ്യോതി കലിതയും ഈ പഠനം IEEE ജേണൽ ഓഫ് ബയോമെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ നർമ്മദ നദിയിലെ ഓംകാരേശ്വർ ഡാമിലാണ്. ഈ പദ്ധതിയിലൂടെ ഡാമിൻ്റെ ജലമേഖലയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ജലത്തിൻ്റെ ഉപരിതലത്തിൽ പാനലുകൾ സ്ഥാപിക്കുന്നതിനാൽ ഭൂമിയുടെ ഉപയോഗം കുറയുകയും ജലാവരണവും നിലനിർത്തുകയും ചെയ്യുന്നു. കേരളത്തിലെ ആദ്യ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് വയനാട് കബനി നദിയിലെ ബാണാസുര സാഗർ ഡാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പദ്ധതി കമ്മീഷൻ ചെയ്തത് 2017 എന്താണ് ഓസിലോട്ട്? Amazon.comൻ്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിഭാഗമായ ആമസോൺ വെബ് സർവീസസ് അഥവാ AWS വികസിപ്പിച്ച ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് ഓസിലോട്ട്. ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ പിശക് തിരുത്തൽ മെച്ചപ്പെടുത്തുന്നതിനും സ്കെയിലബിലിറ്റി ത്വരിതപ്പെടുത്തുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഒരു പ്രോട്ടോടൈപ്പ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണിത്. ഗൂഗിൾ നിർമ്മിച്ച ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് വില്ലോ. മൈക്രോസോഫ്റ്റ് നിർമ്മിച്ച ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് മയോർന 1. ശാസ്ത്ര സാങ്കേതിക ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.